അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ റമദാൻ അത് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൻ്റെ പകുതിയോട് നമ്മൾ അടുക്കുകയാണ്. 30 ദിവസമുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നിപ്പോൾ 15ാം രാവാണ്. നാളെ 15ാമത്തെ ദിവസമാണ്. റമദാനിൻ്റെ 15ാമത്തെ നോമ്പാണ് നാളെ. പകുതിയോട് അടുക്കുകയാണ്. ഇന്നിപ്പോൾ 15ാം രാവ്, നാളെ 16ാം രാവാണ്. നാളെ മഗ്‌രിബോട് കൂടി നമ്മൾ 16ാം രാവിലേക്ക് പ്രവേശിക്കുന്നു. നാളെ വ്യാഴാഴ്ച നമ്മൾ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മളെല്ലാവരും വിത്ർ നിസ്കരിക്കും അല്ലേ? ആ വിത്ർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിൽ നമ്മൾ റുകൂഇന് ശേഷം നമ്മൾ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഇഅ്തിദാലിൽ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതായത് നാളെ വ്യാഴാഴ്ച നമ്മൾ രാത്രി വിത്ർ നിസ്കരിക്കുമ്പോൾ വിത്ർ നിസ്കാരത്തിന്റെ 3ാമത്തെ റക്അത്തിൽ, അതായത് അവസാനത്തെ റക്അത്തിൽ, ഇനിയിപ്പോൾ ചിലപ്പോൾ വിത്ർ 5 നിസ്കരിക്കുന്നവരുണ്ടാവാം, 7 നിസ്കരിക്കുന്നവരുണ്ടാവാം, 11 നിസ്കരിക്കുന്നവരുണ്ടാവാം. എത്രയാണോ വിത്ർ നിസ്കരിക്കുന്നത് അതിന്റെ അവസാനത്തെ റക്അത്തിലെ റുക്കൂഇന് ശേഷം ഇഅ്തിദാലിൽ കുനൂത്ത്, നമ്മൾ സാധാരണ സുബഹിക്ക് നമ്മൾ ഓതുന്ന കുനൂത്ത് ഉണ്ടല്ലോ, സുബഹി നമസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്, ആ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് എന്ന് മുതലാണ്? നാളെ വ്യാഴാഴ്ച, പിന്നെ വെള്ളി, ശനി, ഞായർ, നിങ്ങൾ അങ്ങനെ റമദാൻ മുഴുവനായും വിത്ർ നമസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിൽ ഈ റുക്കൂഇന് ശേഷം ഇഅ്തിദാലിൽ നമ്മൾ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തൊട്ടല്ല, നാളെ രാത്രി തൊട്ട് കേട്ടോ. അതായത് റമദാൻ പകുതി മുതൽ തീരുന്നത് വരെയുള്ള 15ഓളം ദിവസം അല്ലെങ്കിൽ 14ഓളം ദിവസം നമ്മൾ പൂർണ്ണമായും ഈ വിത്ർ നമസ്കാരത്തിൽ ഇങ്ങനെ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ആ കാര്യം മറന്നു പോവണ്ട. പിന്നെ ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കമന്റിലൂടെയൊക്കെ. അനവധി ആളുകളാണ് ഒരുപാട് വിഷമ പ്രയാസങ്ങൾ പറഞ്ഞൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. നമുക്ക് താമസിയാതെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. ലോക മുഅ്മിനീങ്ങൾ വലിയ സങ്കടത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ലോക മുസ്ലിമീങ്ങളിൽ പലരും ഭയങ്കര ഭീതിയിലാണ്. അല്ലാഹു തആല ലോകത്ത് സമാധാനം നിലനിർത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല ഇസ്സത്ത് പ്രദാനിക്കട്ടെ. നമ്മുടെ ശത്രുക്കളുടെ ശക്തി അല്ലാഹു തആല ക്ഷയിപ്പിച്ച് കളയട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കുകയാണ്, ഇസ്സത്തിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, اللهم أعز الإسلام والمسلمين 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 اللهم أعز الإسلام والمسلمين
والمسلمين اللهم أعز الإسلام 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 والمسلمين. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? അല്ലാഹു തആല ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തന്ന് നമുക്ക് എല്ലാവിധ നന്മയും നേട്ടങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല തരുമാറാവട്ടെ. ചൊല്ലിക്കോ: അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. നമ്മുടെ ഈ ദുന്യാവും നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. നമ്മുടെ മരണവും മരണത്തിന് ശേഷമുള്ള ഖബറും അതിനുശേഷം നമുക്ക് വരാനിരിക്കുന്ന മഹ്ശറ, ആഖിറ ലോകം, എല്ലാത്തിലും വിജയം വേണം. ദുന്യാവിലും വിജയിക്കണം, നാളെ ആഖിറത്തിലും വിജയിക്കണം. അതിന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു പരിഹാരമാണ് സുന്ദരമായ ഈ ദുആ.
അപ്പോൾ ഈ ദുആ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലത്തും വിജയിക്കാൻ പറ്റുമെന്നാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിജയം നൽകട്ടെ. ഈ റമദാനൊക്കെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൊല്ലിക്കോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും, അത് റമദാനിലാണെങ്കിലും റമദാൻ അല്ലാത്തപ്പോഴാണെങ്കിലും ഏത് സമയത്തും നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ഈ ഒരു ദിക്ർ ചൊല്ലിയാണ് മഹാന്മാരായ സ്വഹാബിമാർ, അല്ലെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, മുഴുവൻ മുൻഗാമികളും അവരൊക്കെ വിജയിച്ചത്, അവരൊക്കെ ഈമാൻ കൊണ്ട് മരണപ്പെട്ടത് ഈ വാക്ക് പറഞ്ഞിട്ടാണ്, അല്ലെ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ്, സ്വർഗത്തിന്റെ താക്കോലായ വാക്കാണ്, ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വട്ടം പറഞ്ഞാലോ? അള്ളാഹു തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ. പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹുവെ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ പത്തിലാണ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين പരിശുദ്ധമായ റമദാനിന്റെ 1 മുതൽ 30 ദിവസം വരെ അല്ലെങ്കിൽ 29 ദിവസം വരെ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ സമയത്തും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആയിഷ ബീവിക്ക് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത ആ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ? എന്താണ്? 4 കാര്യങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണം. അസ്അലുകൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നെ കടത്തണം. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം തരണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അതൊന്ന് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ ഉള്ളത്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയി. ആ സമയത്ത് നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുവേ കരുണയുള്ള റബ്ബേ നീ എനിക്ക് കരുണ ചെയ്യണേ എന്ന് നമ്മൾ ദുആയിരുന്നു. രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നു. അൽഹംദുലില്ലാഹ്. ഈ സമയത്ത് ചൊല്ലേണ്ടത് ഏതാണ്? അല്ലാഹുമ്മ ഗുഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം, ദുനൂബി എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം, യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹ്. പറഞ്ഞോ. اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين
اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. വിശുദ്ധമായ റമദാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം അല്ലെ. റമദാൻ അള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിന് റമദാനിന്റെ രാത്രിയിലും പകലിലൊക്കെ നമ്മുടെ ദുആയിൽ പ്രത്യേകമായി ഉൾക്കൊള്ളിക്കേണ്ട ഒരു ദുആ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കുക. അള്ളാഹുവേ, ഈ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണം, പ്രതികൂലമാക്കരുത്. ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണം, പ്രതികൂലമായ സാക്ഷിയാക്കരുത് എന്നാണ് ആ ദുആന്റെ അർത്ഥം. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സും നമ്മൾ ചൊല്ലിയ ദിക്റും ഔറാദും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലിയ കാര്യങ്ങളും
നമ്മുടെ ദുആയും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തിന് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇലാ ഹളറത്തി നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا രാജനായ റഹ്മാനെ, അല്ലാഹുവേ കരുണയുള്ള റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ടവര്, ഞങ്ങളുടെ കുടുംബക്കാര്, കൂട്ടുകാര്, അയൽവാസികൾ, ഞങ്ങളുടെ മഹല്ലത്തുകാര്, എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ. പവിത്രമായ റമളാൻ, ആ റമളാൻ മാസത്തിന്റെ 2ാമത്തെ 10ലാണ് ഞങ്ങളുള്ളത്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പാപമോചനം തരണേ അല്ലാ, നിന്റെ സ്വർഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, നിന്റെ മാപ്പ് ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു, നിന്റെ കരുണ കിട്ടുന്ന യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ റമളാൻ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ, എല്ലാ നന്മകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ വസിയത്തായി ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ക്ലാസുകൾക്ക് താഴെ കമന്റായി എഴുതുന്നവരുണ്ട്, നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ദുആരക്കണമെന്ന് അറിയിച്ചവരുണ്ട്. എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വാപ്പമാരെ കബൂലാക്കണേ അല്ലാ, ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് നീറുന്ന 100 പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിനക്കറിയാമല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹു
അല്ലാഹുവേ ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാലും നീ ഞങ്ങളെ കൈവെടിയില്ലെന്നറിയാം. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ ഈ റമളാൻ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരന്മാര് ലോകത്തിന്റെ പല സ്ഥലത്തും പ്രതിസന്ധിയിലാണ്, അല്ലാഹുവേ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, കഷ്ടപ്പാടിലാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ സഹോദരിമാര് സഹോദരങ്ങൾ ആ പ്രവാസികൾക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. യുദ്ധമെല്ലാം നിന്നിട്ട് സമാധാനമുള്ള ഒരു അന്തരീക്ഷം, ഒരു ലോകം ഞങ്ങൾക്ക് നീ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖം വന്ന് കരരോഗമുള്ളവരുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ചവരുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, അതുപോലെ തന്നെ തൈറോയിഡിന്റെ അസുഖം, വെരിക്കോസിന്റെ അസുഖം, ഇങ്ങനെ ഒരുപാട് നീറുന്ന നൂറ് രോഗങ്ങളാണ് റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് വാപ്പമാരും ഉമ്മമാരും ഉസ്താദെ സ്ഥിരമായി നിങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട്, നിങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ടെന്നൊക്കെ ഒരുപാട് സന്തോഷ വാർത്ത പറയുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ഈ ദുനിയാവ് വിജയിപ്പിച്ചു തരണേ അല്ലാ, മരണം വിജയിപ്പിക്കണേ അല്ലാ, ആഖിറം വിജയിപ്പിക്കണേ അല്ലാ. ബദ്രീങ്ങൾക്ക് കൊടുത്ത വിജയം തരണേ അല്ലാ. ബദ്രീങ്ങളുടെ വിജയം പോലെ ഞങ്ങളുടെ ജീവിതത്തിലും നീ വിജയം തരണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ ബദർ യുദ്ധം നടന്ന ആ ബദ്രീങ്ങളുടെ ആണ്ട് മാസമായ പുണ്യമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന ദുആ നീ കബൂലാക്കണേ അല്ലാ. ആ ബദ്രീങ്ങളോടൊപ്പമൊക്കെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്, ഞങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്നു, പലതും കഴിഞ്ഞു വരാനിരിക്കുന്നു. അല്ലാഹുവേ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മുഴുവൻ മാർക്കോടുകൂടി പാസ്സാവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരെ നീ കാക്കണേ അല്ലാ. ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തിന്നവരാണ്, ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാര് വാപ്പമാര് റഹ്മാനെ ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, ബിസിനസ്സിൽ അഭിവൃദ്ധി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാ തൗഫീഖ് തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിനും ഉംറക്കും പോകുന്നവരുണ്ട്, അവരുടെ യാത്രകളെല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ റമളാനിൽ നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, മഗ്ഫിറത്ത് തരണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദുആരക്കാൻ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി തുറന്നു തരണേ അല്ലാ. മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.